ത്തോട് നാം ജ്ഞാനസ്നാനത്താൽ നാം അവനോട് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവിടുത്തോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് പ്രാർത്ഥനയിലായിരിക്കുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. പല സ്ഥലങ്ങളിലായിരുന്ന് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൂട്ടിച്ചേർത്ത് തന്ന ദൈവം ഈ പ്രാർത്ഥന വഴിയായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നയിക്കപ്പെടുവാൻ ഇടയാക്കണമേ. യോഹന്നാൻ 12:24 പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഒരു വിത്ത് ആ രൂപത്തിൽ തന്നെ ആയിരുന്നാൽ ഒന്നും ആകാൻ സാധിക്കില്ല. എന്നാൽ മണ്ണിനടിയിലായി ചെളിയും വെള്ളവും വളവും സഹിച്ച് സഹനം ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അത് കിളർത്ത് വലിയ മരമായി ഫലം പുറപ്പെടുവിക്കുന്നത്. ദിവ്യനാഥ, ജീവിത സാഹചര്യങ്ങളിൽ വചനം ജീവിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. മിസ്യോ കൂട്ടായ്മയിൽ ഈ കരിസ്മ കോഴ്സിൽ പങ്കെടുക്കുന്ന ഓൺലൈൻ കോഴ്സിലെ എല്ലാം സമർപ്പിക്കുന്നു. യേശുവിനെ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ദാഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇതിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരിക്കതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത നല്ല ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. മിസ്യോ കൂട്ടായ്മയിലെ ആത്മീയ പിതാവിനെയും ആനിമേറ്റർ അച്ഛനെയും മറ്റു വൈദികരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ എല്ലാവരെയും അരിസൂട്ടി ആന്റിയെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. മിസ്യോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യാനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്യോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്യറ്റി നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേർന്ന തീഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്യോ ടീമിനെ സഹായിക്കണമേ. നിത്യപിതാമുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കുവാമേൻ. സർവസ്നാങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ നടത്തുന്ന മിസ്യോ പ്രിലിംസിന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനം, രണ്ടാം ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഈശോയെ രക്ഷകന് നാഥനുമായിട്ട് സ്വീകരിച്ച് എങ്ങനെ ആ വിളിക്ക് പ്രത്യുത്തരം നൽകണമെന്ന്, വിശ്വാസ പ്രത്യുത്തരവും എങ്ങനെ നൽകണമെന്ന് കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കാണുന്നത് മാനസാന്തര പ്രത്യുത്തരത്തെ പറ്റിയാണ്. ഈ കോഴ്സിലേക്ക് ഇതിന്റെ ഡയറക്ടറായ ഫാദർ മാത്യു പുതിയത്തച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കോഴ്സിൽ കൺക്ലൂഡിംഗ് മെസ്സേജ് തരുന്ന ഫാദർ ജോൺസനെയും ഈ ഓൺലൈൻ കോഴ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ല ഒരു പ്രാർത്ഥനയിലൂടെയും മിസ്യോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ഞങ്ങളെ നയിച്ച മിസ് മിനി പി ജിക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ മിസ്യോയുടെ എല്ലാമായ എപ്പോഴും പുഞ്ചിരിയോടെ നമ്മളെയൊക്കെ ഈ മിസ്യോ കൂട്ടായ്മയിലേക്ക് ഒന്നിച്ചു ചേർക്കുന്ന ആലിസ് കുട്ടി ആന്റിയെ ഈ കോഴ്സിലേക്ക്
ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആലിസാൻഡിയോടൊപ്പം ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മിസ്യോയുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മിസ്യോ ടീമിനെയും ഇതിന്റെ പാർട്ടിസിപ്പൻസിനെയും എല്ലാവരെയും ഹാർദവപൂർവ്വം ഈ ഓൺലൈൻ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് പ്രൊക്ലമേഷൻ ആണ്. പ്രൊക്ലമേഷന് വേണ്ടി ജെസ്സി മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദേവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ രക്തം ചിന്തി മരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്ന് നാം മനസ്സിലാക്കി. ഈ രക്ഷ കൈവരിക്കുവാൻ നാം യേശുവിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് നമ്മെ പൂർണ്ണമായും യേശുവിന് സമർപ്പിച്ച് ജീവിക്കണം. എന്താണ് മാനസാന്തരം നോക്കാം. നമ്മെയും നമ്മുടെ ജീവിതത്തെയും പൂർണ്ണമായും ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നതാണ് മാനസാന്തരം. ദൈവത്തെ നമ്മിൽ ജീവിക്കുവാൻ, അവിടുത്തെ നമ്മിൽ ജീവിക്കുവാൻ അനുവദിക്കുന്നതിലൂടെയാണ് ഈ മാനസാന്തരം സംഭവിക്കുക. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ആശ്രയബോധത്തിന്റെയും പരിണത ഫലമാണ് മാനസാന്തരം. വിശുദ്ധ മത്തായി 3:2 നമുക്ക് കാണാം, യൂദയായിലെ മരുഭൂമിയിൽ സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുവീൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന്. വീണ്ടും വിശുദ്ധ ലൂക്ക 5:8 അദ്ദേഹം പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിനെന്ന്. അതുപോലെ വിശുദ്ധ മത്തായി 4:17 യേശു അരുളി ചെയ്യുന്നു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന്. യേശുവിന്റെ ദിവ്യപ്രബോധനത്തിന്റെ സാരാംശം മുഴുവൻ മാനസാന്തരപ്പെടുവീൻ എന്നതായിരുന്നു. മാനസാന്തരത്തിലേക്കുള്ള യേശുവിന്റെ വിളി അവിടത്തേക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ആഹ്വാനം പോലെ ചാക്കൊടുക്കലും ചാരം പൂശലും ഉപവാസവും പരിത്യാഗവും പോലെയുള്ള ബാഹ്യപ്രവർത്തികളല്ല, പിന്നെയോ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആന്തരിക പരിവർത്തനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആന്തരിക പരിവർത്തനം കൂടാതെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ ഫലരഹിതവും വ്യാജവുമായിരിക്കും. എന്നാൽ ആന്തരിക മാനസാന്തരം പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെ നിർവഹിക്കേണ്ടതാണ്. ആന്തരികമായ മാനസാന്തരം എന്നത് നമ്മുടെ ജീവിതത്തിന് ഒരു തിരിച്ചുവരവാണ്. ജീവിതം പൂർണ്ണമായും നവീകരിക്കത്തക്ക വിധം ഹൃദയ പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. അതായത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ്, പാപത്തിൽ നിന്നുള്ള പിന്തിരിയൽ, നാം ചെയ്തിട്ടുള്ള തിന്മകളോടുള്ള വെറുപ്പും തിന്മയിൽ നിന്നുള്ള അകൽച്ചയുമാണ്. ക്രിസ്തുവിലുള്ള ഒരു പുതിയ ജീവിതമാകണം നമ്മുടേത്. അതാണ് ഗലാത്യ 2:20 പറയുന്നത്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന്. ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ മാനസാന്തരമാണ്. എല്ലാ തിന്മകളുടെ ശക്തിയും ഒരാൾ മനസ്സ് മാറിയാൽ മാറിപ്പോകും. വ്യക്തി ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ദൈവീക ശക്തിയും പ്രവർത്തിക്കും. ദൈവീക സംരക്ഷണം നമുക്ക് ചുറ്റുമുണ്ടാകും. റോമ 12:2 പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി മാനസാന്തരപ്പെടുവിനെന്ന്. നമ്മൾ രൂപാന്തരപ്പെടുവിനെന്നാണ് അവിടുന്ന് പറയുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ആഡംബര ചിന്തകളും ലൗകിക ചിന്തകളും ദ്രവ്യാഗ്രഹ ചിന്തകളും ജഡിക മോഹങ്ങളും തഴക്കദോഷങ്ങളും മറ്റു പാപാസക്തികളുമാണെങ്കിൽ നാം അവയെല്ലാം ഉപേക്ഷിച്ച് വചനമാകുന്ന യേശുക്രിസ്തുവിനെ നിറയ്ക്കണം. നമ്മിലുള്ള തിന്മ വിട്ടുകളയാതെ നാം പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ദാനധർമ്മം ചെയ്യുക ഒക്കെ ആയാൽ അത് യഥാർത്ഥ മാനസാന്തരമാവുകയില്ല. മനസ്സിനെ കഴുകി നിർമ്മലമാക്കിയിട്ട് യേശുവിനെ പ്രതിഷ്ഠിച്ച് നമ്മെയും നമുക്കുള്ളതെല്ലാം യേശുവിന് സമർപ്പിക്കുക, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. ഈ പരിവർത്തനത്തിലൂടെയാണ് നാം പുതിയ സൃഷ്ടിയാവുക. ജഡികതയിൽ നിന്നും ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ചുവരവ്. 2 Korinthos 5:17 പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സൃഷ്ടിയാവാൻ ഈശോ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രന്റെ ഉപമ അതിനൊരു ഉദാഹരണമാണ്. അനുതാപത്തിന്റെയും
മാനസാന്തരത്തിന്റെയും പൂർണ്ണ രൂപമാണ് ധൂർത്തപുത്രന്റെ ഉപമയിൽ യേശു വിവരിക്കുന്നത്. കരുണയുള്ള പിതാവാണ് ഈ ഉപമയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത്. പിതൃഗ്രഹത്തെ ഉപേക്ഷിച്ച് തൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ജീവിച്ച് പരമദയനീയാവസ്ഥയിലായപ്പോൾ പിതൃഗ്രഹത്തെക്കുറിച്ചുള്ള വീണ്ടുവിചാരവും താൻ ചെയ്ത തെറ്റിനോട് തൻ്റെ പിതാവിന്റെ അടുക്കിലേക്കുള്ള തിരിച്ചുവരവും, പിതാവിനോട് പിതാവേ സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ പുത്രൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നതും സന്തോഷത്തോടെയും ആഘോഷത്തോടെയും പിതാവ് സ്വീകരിക്കുന്നതും മാനസാന്തര പ്രക്രിയയുടെ സവിശേഷതകളാണ്. നാമും എല്ലാം വിട്ടുകളഞ്ഞ് പരിവർത്തനപ്പെടുത്തി നമ്മുടെ പിതാവിങ്കിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇതേ സന്തോഷത്തോടെയും നമ്മെ ദൈവപിതാവ് സ്വീകരിക്കും. പ്രിയ സഹോദരരെ, എല്ലാത്തിനേക്കാൾ ഉപരിയായി, അതായത് നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ജീവൻ, നമ്മുടെ മക്കൾ, മാതാപിതാക്കൾ, കൊച്ചുമക്കൾ, സഹോദരർ, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, എല്ലാറ്റിനും ഉപരിയായി യേശുവേ നീയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് എപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അതൊരു നിരന്തര പോരാട്ടമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം സമ്പൂർണ്ണ സമർപ്പണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അന്ധയാചകനായ ബർത്തമിയോസ് യേശു അതുവഴി കടന്നു പോകുമ്പോൾ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറയുന്നു. അവനോട് മിണ്ടാണ്ടിരിക്കുവാൻ അവിടെ കൂടിയിരുന്ന ചുറ്റുമുള്ളവർ പറയുന്നു. എന്നാലും അവന്റെ വിശ്വാസത്താൽ അവൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറയുന്നു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. യേശു അവനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. ഉടനെ തന്നെ അവൻ തന്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. മാനസാന്തര പ്രത്യുത്തരമാണ് അവിടെ ഉണ്ടായത്. പുറംകുപ്പായം വലിച്ചെറിഞ്ഞു എന്നത് തന്നെ പൊതിഞ്ഞിരിക്കുന്ന ആ പാപത്തിന്റെ കെട്ടുകൾ ഉപേക്ഷിച്ചു എന്നും, കുതിച്ചു ചാടി എന്നത് അവനിലുള്ള ആ മാറ്റം അല്ലെങ്കിൽ ആ പരിവർത്തനമാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രത്യുത്തരം ചെയ്തപ്പോൾ ഉടനെ അവന് കാഴ്ച ലഭിച്ചു. അതുപോലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, സക്കേവൂസ് എന്ന ധനികനും ചുങ്കക്കാരനുമായവൻ യേശു അതുവഴി കടന്നുപോയപ്പോൾ യേശുവിനെ കാണാൻ അതിയായി ആഗ്രഹിച്ചു. അവന് പൊക്കം കുറവായതിനാൽ ജനത്തിന്റെ ഇടയിൽ നിന്നും കാണാൻ സാധിക്കാത്തതിനാൽ അവനൊരു മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറിയിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ സക്കേവൂസിനോട് താഴെ ഇറങ്ങി വരാൻ പറയുകയും അന്ന് അവന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യേശുവിന്റെ കൂടെ അവൻ തന്റെ ഭവനത്തിലേക്ക് പോയി. ഒരു പാപിയുടെ വീട്ടിൽ യേശു അതിഥിയായി വന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ പിറുപിറുത്തു. എന്നാൽ സക്കേവൂസ് മാനസാന്തരപ്പെട്ട് അപ്പോൾ പ്രത്യുത്തരം നൽകുന്നു, കർത്താവേ, എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ വഞ്ചിച്ചെടുത്തതിന്റെ 4 ഇരട്ടി ഞാൻ തിരികെ നൽകുന്നു എന്ന്. അപ്പോഴാണ് കർത്താവ് അരുളി ചെയ്തത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവരിച്ചിരിക്കുന്നു എന്ന്. മാനസാന്തര പ്രത്യുത്തരം നൽകിയപ്പോഴാണ്, അല്ലെങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചപ്പോഴാണ് രക്ഷ പ്രാപിച്ചത്. അതായത് കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിച്ച് മരത്തിൽ കയറിയപ്പോഴോ കർത്താവിന്റെ കൂടെ നടന്നപ്പോഴോ സക്കേവൂസിന്റെ വീട്ടിൽ യേശു വന്നപ്പോഴോ അല്ല, മാനസാന്തര പ്രത്യുത്തരം നൽകിയപ്പോഴാണ് രക്ഷ കൈവന്നത്. വിശുദ്ധ മത്തായി 12:33 പറയുന്നു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് എന്ന്. ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ പങ്കുവയ്ക്കുന്നു. നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഞാൻ ജനിച്ചു. ചെറുപ്പത്തിലെ ഞങ്ങൾ ദിവസവും പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എല്ലാ പ്രാർത്ഥനകളിലും നൊവേന, ആരാധന, അങ്ങനെ എല്ലാ ഭക്തി കാര്യങ്ങളിലും പങ്കെടുത്തിരുന്നു. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലൂടെയാണ് മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിയിരുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞു, എനിക്ക് നല്ലൊരു ജോലിയും ലഭിച്ചു. ജീവിതയാത്രയിൽ കുറേ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിനോട്, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അതിനെയൊക്കെ താങ്ങുവാനും അതിജീവിക്കുവാനുമുള്ള ശക്തി ദൈവം എനിക്ക് തന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിന്റെ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഞാൻ വീട്ടിലെയും ഓഫീസിലെയും ജോലി തിരക്കും ഉത്തരവാദിത്വവും ഒക്കെയായി തിരക്കിട്ട ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിലെ തീക്ഷ്ണതയെല്ലാം കുറഞ്ഞുപോയി. ഞായറാഴ്ച മാത്രം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതം പൊള്ളയായി. കാരണം
ഓരോ അവസരത്തിലും എന്നെ രക്ഷിച്ച എന്റെ കർത്താവിന് വേണ്ടി ഞാൻ സമയം ചെലവഴിച്ചില്ല. എനിക്ക് ഇത്ര സൗകര്യങ്ങളൊക്കെ തന്നിട്ടും എനിക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുനാഥനെ ഞാൻ ആരാധിക്കാൻ സമയം കണ്ടെത്തിയില്ല. എന്നാൽ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നുമല്ല ജീവിതമെന്നും എനിക്ക് കർത്താവിനെ അറിയണമെന്നും ബൈബിളും വചനവും കൂടുതൽ അറിയണമെന്നുള്ള ഒരു ദാഹം എന്നിൽ ഉദയം ചെയ്തു. അതെന്നിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ആ ചിന്ത എന്നെ ശക്തമായി വേട്ടയാടിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ആരെങ്കിലും ബൈബിൾ ഭാഗങ്ങൾ ട്യൂഷൻ എടുത്ത് തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു. കാരണം ബൈബിൾ വായിച്ചിട്ട് പഴയ നിയമവും ലേഖനങ്ങളും പുതിയ നിയമത്തിലെ ലേഖനങ്ങളും അർത്ഥങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് ട്യൂഷൻ എടുത്ത് തന്നിരുന്നെങ്കിൽ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോൾ 6 മാസത്തെ ഒരു ഓൺലൈൻ ബൈബിൾ കോഴ്സിനെ കുറിച്ച് അറിവ് കിട്ടുകയും അതിൽ കൂടാനുള്ള ഭാഗ്യവും ലഭിച്ചു. വളരെ ദാഹത്തോടെയും തീഷ്ണതയോടും ഞാൻ അതിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് ഈ മിസ്സിയോയെ കുറിച്ച് ഞാൻ അറിഞ്ഞതും അങ്ങനെ മിസ്സിയോ കൂട്ടായ്മയുടെ ഒരു അംഗമാകാൻ ഭാഗ്യമുണ്ടായി. ഇതെല്ലാം എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് നയിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. മിസ്സിയോയിലെ വചനവിചിന്തനത്തിലൂടെ വചനത്തിൽ കുറെ കൂടെ ആഴപ്പെടാൻ സഹായിച്ചു. മിസ്സിയോ ഭവനിലെ താമസിച്ചിട്ടുള്ള കോഴ്സിലെ സമർപ്പണ ദിവസമാണ് സമ്പൂർണ്ണ സമർപ്പണം എന്താണെന്ന് ഞാൻ മനസ്സിലായത്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ സമ്പൂർണമായി എന്നെ സമർപ്പിക്കുന്നത്. അവിടെ എന്നെ തന്നെ പൂർണ്ണമായും എൻ്റെ നേട്ടങ്ങള്, എൻ്റെ സന്തോഷങ്ങള്, എൻ്റെ നന്മകള്, എൻ്റെ അനുഗ്രഹങ്ങള് എല്ലാം അവിടുന്ന് തന്ന ഒരു പേപ്പർ ഗൗണിന്റെ ഒരു സൈഡിൽ എഴുതി വെച്ച്, മറുവശത്ത് എൻ്റെ തിന്മകള്, എൻ്റെ പാപങ്ങള്, എൻ്റെ സങ്കടങ്ങള്, എൻ്റെ തഴക്കദോഷങ്ങള് എല്ലാം അതിൻ്റെ മറുവശത്ത് എഴുതി വെച്ച് അവിടെ ഒരു ആരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കണ്ണീരോടെ യേശുവിന്റെ ക്രൂശിത രൂപത്തിൽ ആ എഴുതി വെച്ച ആ ഗൗൺ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു മാറ്റമായിരുന്നു. അങ്ങനെയാണ് സമ്പൂർണ്ണ സമർപ്പണം എന്താണെന്ന് ഞാൻ മനസ്സിലായത്. അതുവഴി വലിയൊരു ആത്മീയ ആനന്ദവും സംതൃപ്തിയും എനിക്ക് ലഭിച്ചു. ഈ ആത്മീയ മേഖലയിലേക്ക് വന്നപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും എളിയവളായ എനിക്കും പലതും കഴിയുമെന്നുള്ളൊരു ചിന്ത എന്നിൽ വന്നു. എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം, എന്നാൽ പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന മനോഭാവത്തോടെ എളിയ രീതിയിൽ കർത്താവിൽ ആശ്രയിച്ച് പരിശ്രമം തുടരുന്നു. ഞാൻ എന്നും രാവിലെ ഉണരുമ്പോൾ ദൈവത്തിന് എന്നെ പൂർണ്ണമായും സമർപ്പിച്ച് എല്ലാം അവിടുത്തെ തിരുവിഷ്ടപ്രകാരം നടത്തി തരുവാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടു നടക്കുന്നു. ആത്മാവിൽ ദരിദ്രയായി ജീവിക്കാനുള്ള മനോഭാവത്തോടെ കർത്താവിൽ ആശ്രയിച്ച് പരിശ്രമം തുടരുന്നു. പ്രിയ സഹോദരരെ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ സഹകരണത്തിനായി കർത്താവ് കാത്തിരിക്കുന്നു. ഇത് പറയുമ്പോൾ ഞാൻ കേട്ട ഒരു ഉദാഹരണമാണ്. 4 പേര്, ഒരാൾ തന്റെ കാർ ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വഴിവക്കിൽ യേശുനാഥൻ നിൽക്കുന്നു. അദ്ദേഹം അത് കണ്ടു. അദ്ദേഹം അത് കാർ ഓടിച്ചു മുന്നോട്ട് തന്നെ പോയി. രണ്ടാമത്തെ ഒരാള് കാർ ഓടിച്ചു വരുമ്പോൾ യേശുനാഥൻ വഴിയരികിൽ നിൽക്കുന്നു. അദ്ദേഹം കാറിന്റെ ബ്രേക്ക് ഒന്ന് ചവിട്ടിയിട്ട് എവിടേക്കാണ് പോകുന്നത്, വരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ യേശു പറയുന്നു, ഇല്ല, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. മൂന്നാമത് ഒരാൾ ഇതുപോലെ കാർ ഓടിച്ചു വന്നു. യേശുനാഥനെ കണ്ടപ്പോൾ അവിടെ കാറ് നിർത്തി ഇറങ്ങിച്ചെന്ന് യേശുവിനെ കൈപിടിച്ച് തന്റെ സൈഡ് സീറ്റിൽ ഇരുത്തി അദ്ദേഹം കാർ ഓടിച്ച് മുന്നോട്ട് പോകുന്നു. നാലാമത്തെ ആൾ വന്നപ്പോൾ അദ്ദേഹവും യേശുവിനെ കണ്ട് കാറ് നിർത്തി ഇറങ്ങിച്ചെന്ന് യേശുവിന്റെ കയ്യിൽ പിടിച്ച് തന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി അദ്ദേഹം പോയി സൈഡ് സീറ്റിലും ഇരിക്കുന്നു. ഇതാണ് ഈ നാലാമത്തെ ആൾ ചെയ്തതാണ് സമ്പൂർണ്ണ സമർപ്പണം. തന്റെ ജീവിതമാകുന്ന ആ വണ്ടി, ആ യാത്രയിൽ തന്റെ ജീവിതത്തിന്റെ ചക്രം തിരിക്കുവാൻ തന്റെ ജീവിതം നയിക്കുവാനായിട്ട് യേശുവിനെ ഏൽപ്പിക്കുന്നതാണ്. തനിക്കുള്ള ആ ജീവിതം യേശുവിന് വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനെ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നാം ഈ ഉദാഹരണത്തിലൂടെ നാം കണ്ടത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി 18:3 പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ സന്തോഷവും സുഖവും വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിനായി നമുക്ക് ശ്രമിക്കാം. പാപത്തിന്റെ കൂട്ടുകെട്ടുകളെ നശിപ്പിച്ച് അനുതാപത്തോടെയും മാനസാന്തരത്തോടെയും യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കാനുള്ള കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന് മഹത്വം, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, ആരാധന. ആമേൻ. താങ്ക് യു ടെസ്സി ചേച്ചി. എങ്ങനെ മാനസാന്തര പ്രത്യുത്തരം സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ നടത്താമെന്നും ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകണമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ടെസ്സി ചേച്ചിക്ക് നന്ദി പറയുന്നു. അടുത്തത് ടെസ്റ്റ് മണിക്കായി എൽസി അലക്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ എൽസി, ഞാൻ USA താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് ജോൺ വിക്ടർ, 3 ആൺമക്കൾ. എല്ലാവരും കുടുംബമായിട്ട് എൻ്റെ ചുറ്റും എൻ്റെ കൈ എത്തുന്ന അവരെല്ലാവരും തന്നെ താമസിക്കുന്നു. ഇന്നിവിടെ മാനസാന്തര പ്രത്യുത്തരത്തെ പറ്റി നല്ല 2-3 ക്ലാസ്സുകൾ കേട്ടു. അപ്പൊ ടെസ്സി പറഞ്ഞപ്പോ എന്ത് കാര്യമാണോ പറഞ്ഞത് എന്ന് ഞാനങ്ങ് ഓർത്ത് പോവുമായിരുന്നു. അപ്പോഴ് ഞാൻ എങ്ങനെ എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ സാധിച്ച ഒരു സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ നാട്ടില് ഒരു ടീച്ചറായിരുന്നു. പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തു. അല്ലെങ്കിൽ ഏർലി റിട്ടയർമെന്റ് എടുത്താണ് അമേരിക്കയിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നോക്കിയാലും ഞങ്ങൾ തന്നെ നോക്കിയാലും യാതൊരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് അല്ലെങ്കിൽ സ്വച്ഛന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി എന്ന് നമുക്ക് ചില പദങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ കർത്താവിന് എന്നെ വേണമായിരുന്നു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ലൊരു വിശ്വരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, എല്ലാ ഭക്തകൃത്യങ്ങളും ഞാനും കുടുംബവും നടത്തുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ 2023 എൻ്റെ പൂർണ്ണമായ ഈ വിട്ടുകൊടുക്കലിന് അല്ലെങ്കിൽ ഒരു മാനസാന്തരത്തിന് ദൈവം ഒരു വേദി ഒരുക്കി, ഒരു നല്ല സഹനം എനിക്ക് തന്നു. അതായത് 2023 എൻ്റെ ഭർത്താവിന് ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഡിമെൻഷ്യ. പിന്നെ അങ്ങോട്ട് പറയുന്ന ഒന്നും അല്ല പുള്ളി കേൾക്കുന്നത്. പുള്ളി എപ്പോഴും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ആരെയും തിരിച്ചറിയുന്നില്ല. പ്രത്യേകിച്ച് ഭാര്യയും മക്കളെയും അറിയും. പിന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥ. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചെന്ന് കുറേ ടെസ്റ്റുകളെല്ലാം നടത്തി കുറച്ച് മരുന്നുമൊക്കെ തന്ന് ഒരു 2-3 കുറെ ആൾ കഴിയുമ്പോൾ ഞങ്ങളെ തിരിച്ചു വിടും. വീണ്ടും ഇത് പുനരാവിഷ്കരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 6 മാസത്തോളം ആശുപത്രി വീടുമായിട്ട് തന്നെ മാറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് ഈ മിസിയോയിൽ 12ാമത്തെ ബാച്ചിൽ ചേരാനുള്ള ഒരു അവസരം എൻ്റെ ദൈവം ഇതിലൂടെ ഈ കാര്യത്തിൽ നിന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായ വേദന, ഭയങ്കരമായ സഹനങ്ങൾ. പക്ഷെ യേശുവിനെ ഞാൻ മുറുക്കെ പിടിച്ചോണ്ടിരിക്കുക. എന്നെ ഉപേക്ഷിക്കരുതേ, ഞാനല്ല പിടിക്കുന്നത്, നീ എന്നെ പിടിച്ചോണം, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും എന്നൊക്കെ എപ്പോഴും ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ പറയുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ യേശുവിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തി എന്നോട് ചോദിക്കുന്നു, ചേച്ചി നിങ്ങളുടെ വീട്ടില് കുറച്ച് കല്ല് കാണുന്നുണ്ടല്ലോ, അത് കളറുള്ള കല്ലുകൾ. ഞാനോർത്ത് ഈ മുറ്റത്തൊക്കെ ഇട്ടിരിക്കുന്ന കല്ലുകൾ ആയിരിക്കും. അന്നേരം പറഞ്ഞു. പിന്നെ 2 പ്രാവശ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. ഓ ശരി. ഞാൻ എൻ്റെ മക്കൾ 3 പേരും കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ വെച്ച് മോതിരം ഉണ്ടാക്കി ഞങ്ങൾ 5 പേരും ധരിച്ചിരുന്നു. വലിയ വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇത് എന്നോട് പറഞ്ഞു, ആവർത്തനം 13ാം അധ്യായം കൂടെ എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഇത് വായിച്ചപ്പോഴാണ് ഇത് 1-ാം പ്രമാണത്തിനെതിരായുള്ള പാപമാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു മനസ്തപിച്ച് എനിക്ക് കുമ്പസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഈ സ്ഥിതിയിൽ എനിക്ക് എൻ്റെ പുള്ളിക്കാരനെ ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല. പക്ഷെ ഏറ്റവും അടുത്ത നിമിഷം ഞാൻ പോയി കുമ്പസാരിച്ചു. അപ്പൊ അച്ഛൻ എന്നോട് കുമ്പസാരത്തിന് പ്രായശ്ചിത്തമായിട്ട് പറഞ്ഞ കാര്യം ഇത് ആദ്യം പറഞ്ഞത് എടുത്ത് കള. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, സ്വർണ്ണമാണോ എങ്കിൽ ചേച്ചി ഇത് വിറ്റിട്ട്
ആരെങ്കിലും പാവങ്ങളെ സഹായിക്കുക. എനിക്ക് അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഒരാൾ പോകുന്നയാളുടെ കയ്യിൽ അത് കൊടുത്തു വിട്ടു. 2-3 മാസത്തിനകം അത് വിറ്റു. അത് വിറ്റ ഉടൻ തന്നെ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചു. അതിന്റെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവിനേക്കായിട്ട് അത് കൊടുത്തു. എന്നാൽ എൻ്റെ ഒരു മകൻ ഇവിടെ ഇല്ലായിരുന്നു, അവൻ ഇന്ത്യയിലാണ്. അവനെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവനും അത് വിറ്റു, അവനും ഒരു കൊച്ചിനെ സഹായിച്ചു. അതിനുശേഷമാണ് കേട്ടോ അവൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അവനിവിടെ നല്ല ജോലിയൊക്കെ കിട്ടി, ഇപ്പം അവനും സുഖമായിട്ട് കഴിയുന്നു. അപ്പം ഇനി ഞാൻ കുമ്പസാരിച്ചു, പാപങ്ങളേറ്റു പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്തു. എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. ഒരു തരത്തിലും ഇങ്ങർക്ക് അങ്ങനെ ഒരു രീതി ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ബോധം എന്ന് പറയുന്നത് എന്താ പറയുന്നത് അങ്ങനെ ഒന്നും അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അനിയത്തിയുടെ മകൻ ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒരു കൊച്ചച്ഛൻ ഉണ്ട്. ആ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറിയ സന്ദർശനത്തിനായിട്ട് വന്നു. അപ്പൊ അച്ഛനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഒന്ന് കുമ്പസാരിപ്പിക്കണം. പുള്ളിക്ക് കുമ്പസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങളുടെ പാപം ഇതാണ്. അപ്പൊ അച്ഛൻ ഇത് അറിയാവോ, ഇവിടെ ജനിച്ചു വളർന്നതല്ലേ, ഈ ബർത്ത് സ്റ്റോണൊക്കെ അറിയാവോ? അപ്പൊ എനിക്ക് അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛന് ഇവിടുത്തെ ഈ പള്ളിയിലെ ഒരച്ഛനെ വിളിച്ച് വിശുദ്ധ കുർബാന ഇവിടെ കൊണ്ടുവന്നു. ഒരു അച്ഛൻ എന്നോട് പറഞ്ഞത് ഇതാണ്, ആൻറ്റി ഈശോ വന്നു, ആൻറ്റി ഈശോ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ ഈശോ വന്നു. എന്നിട്ട് അച്ഛൻ അദ്ദേഹത്തെ കുമ്പസാരിപ്പിച്ചു. പ്രായശ്ചിത്തവും എനിക്കറിയത്തില്ല ചെയ്യുകയില്ല എന്ന് വിശുദ്ധ കുർബാനയും കൊടുത്തു. അതിനുശേഷം രോഗീലേപനവും കൊടുത്ത് അച്ഛൻ തിരിച്ചുപോയി. ഗ്രാജുവലി ഇങ്ങനെ മാറ്റം വന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയാണ്. പൂർണ്ണമായിട്ട് അങ്ങോട്ട് വരുന്നില്ല എങ്കിലും നമ്മൾ വളരെ വ്യത്യാസം കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യത്യാസം. അതിനുശേഷം ഓരോ ദിവസവും പിന്നീട് ഞങ്ങളുടെ ഈ മിസിയോയില് വേറൊരു വ്യക്തി പറഞ്ഞത് ഈ വിക്ടർ എന്നുള്ള പേര് വന്നത് എങ്ങനെയാ, അപ്പൊ അത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ഗോഡ് ഫാദർ ആയിട്ട് നിന്നത്. കാരണം ഞങ്ങളുടെ എൻ്റെ അപ്പച്ചൻ അന്ന് എയർഫോഴ്സിലായിരുന്നു. അന്ന് ഈ ദേഹമാണ് മാമോദിസായ്ക്ക് കൊണ്ടുപോയത്, മാമോദിസ മുഖ്യ. അപ്പൊ അവരുടെ സിസ്റ്റം അനുസരിച്ച് അവരുടെ പേരാണ് ഇടുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം വിക്ടർ ആയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് വരേണ്ടത് ജോൺ. അതുകൊണ്ട് അമ്മച്ചി ജോൺ വിക്ടർ എന്ന് പേരിട്ടു. അപ്പോൾ എൻ്റെ ഈ പ്രയർ പാർട്ട്ണർ ഈ ചരിത്രമല്ല എന്നിൽ നിന്ന് എങ്ങനെയോ ഓരോരോ ക്വസ്റ്റ്യനിലൂടെ പിടിച്ചെടുത്ത് എന്നോട് പറഞ്ഞു, ഈ ഗോഡ് ഫാദറായ വിക്ടർ പിന്നെ പേര് വരേണ്ടിയിരുന്ന ഗ്രാൻഡ് ഫാദറായ ജോണിന് വേണ്ടി ഓരോ ഗ്രിഗോറിയൻ കുർബാന ചെല്ലാനും പറഞ്ഞു. അങ്ങനെ അതും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഭർത്താവ് ഇന്ന് കംപ്ലീറ്റ് ഒരു നോർമൽ മനുഷ്യനാണ്. ഈ പഴയ ഒന്നും ഇപ്പൊ കാണുന്നില്ല. കാണുന്നവരൊക്കെ പറയുന്നുണ്ട് എങ്ങനെ മാറ്റം വരുന്നത്. ഡോക്ടേഴ്സും നേഴ്സസും ഒന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു, നീ വിശ്വസിക്കുന്ന ദൈവം അവർക്ക് പൂർണ്ണ വിശ്വാസത്തേക്ക് കടന്നു വരുന്നത്. ഇനി അതിനുശേഷം പിന്നെ യൂട്യൂബിൽ കുർബാന കണ്ടാൽ മതി. എല്ലാ ദിവസവും യൂട്യൂബിലിരുന്ന് കുർബാന കാണും. കുർബാന തന്നെ അർപ്പിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ പ്രാർത്ഥന ഇന്നത്തെ ഒന്ന് കുർബാനയ്ക്ക് ബലി അർപ്പിക്കാൻ കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു. എനിവേ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടി ഞാനും വരുവാ നിന്റെ കൂടെ. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പൊ കുർബാന കഴിഞ്ഞ് എന്നും ഒരു കരണക്കൊന്തയും ഒരു കൊന്തയും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പ്രത്യേകിച്ച് ഞാൻ തന്നെ ആവുമ്പോൾ ഇവർക്ക് അത്രയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ കൊന്ത കൂടാതെ തിരിച്ചു പോരുന്നു. ഒരു ദിവസം എന്നെ ഒരു ഓർമ്മപ്പെടുത്തല്, അതായത് ഒരു പ്രാവശ്യം ഞാൻ ഇന്ത്യക്ക് പോയി തിരിച്ചു വരുന്നത് ഒരു ഒക്ടോബർ 2-ാം തീയതിയാണ്. അപ്പൊ 1-ാം തീയതി രാവിലെ പള്ളിയിൽ പോകുന്നു. അപ്പൊ അതുപോലെ അന്ന് അദ്ദേഹം പള്ളിയിൽ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പള്ളിയിൽ ചെന്നു. അന്ന് ഞാൻ ഓർക്കാതെ തന്നെ ഇന്ന് കൊന്തമാസമായിരുന്നു. പള്ളി ഭയങ്കര ആള് എല്ലാവരും കൂടി കുർബാനയ്ക്ക് ശേഷം കൊന്തയല്ലേ. വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്നെ സഹായിക്കാൻ വന്നിരുന്ന ഒരു മേരി ഉണ്ട്. അവള് പറഞ്ഞു, ടീച്ചറെ, ഒരു പ്ലെയിന് അങ്ങനെ ഒരു പറക്കുന്ന പ്ലെയിനാണ്. ആ പ്ലെയിനെ മുഴുവനും ഈ കൊന്ത ചുറ്റി കിടക്കുന്നു. അത് പലതരത്തിലുള്ള കൊന്തകൾ, പല നല്ല രസമുള്ളതുണ്ട്, നല്ല നല്ല മുത്തുകളുള്ളതുണ്ട്. ഇതെന്നതാ ഇങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എഴുതി നമ്മളിന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ കൊന്തയല്ലേ, അപ്പൊ ആ കൊന്തയെല്ലാം കൂടെ ഞങ്ങൾ പറക്കുന്ന ഫ്ലൈറ്റിൽ അല്ലേ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓർമ്മ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു,
ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഓർക്കുന്നില്ലേ? നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ 2 ഒന്ത ചെല്ലുമ്പോൾ ഈ 2 ഒന്ത അനുഭവമാകുന്നത്. അപ്പം നമ്മൾ പള്ളിയിലിരുന്ന് ചെല്ലുവാണെങ്കിൽ ആ ചെല്ലുന്ന അത്രയും പേരുടെ കൊന്തോടെ നമ്മുടെ പ്ലെയിനെ മൂടിയ പോലെ നമ്മുടെ കുടുംബത്തെ മൂടിയില്ലേ എന്ന് ചോദിച്ചു. അന്ന് മുതൽ പുള്ളിക്കാരനും എൻ്റെ ഒപ്പം ആ റോസറിയും ചൊല്ലി കരുണക്കൊന്തയും ചൊല്ലിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ ദൈവം ഞങ്ങളെ എന്താ പറയുക, പൂർണ്ണമായ മാനസാന്തരത്തിലൂടെ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മിഖാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ 8 വാക്യത്തിലുള്ള എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാൽ ഞാൻ എഴുന്നേൽക്കും, ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും. അവിടുന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരികയും ചെയ്യുന്നത് വരെ ഞാൻ കർത്താവിന്റെ രോഷം സഹിക്കും. ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയി, അവിടുന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും, ഞാൻ അവിടുത്തെ രക്ഷ ദർശിക്കും. ഇതാണ് എനിക്ക് വേണ്ടി ദൈവം ചെയ്തു തന്നത്. താങ്ക് യു എൽസി ചേച്ചി. വളരെ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യത്തിലൂടെ മാനസാന്തര പ്രത്യുത്തരം ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തന്ന എൽസി ചേച്ചിക്ക് നന്ദി പറയുന്നു. അടുത്തത് സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. ലിസമ്മ കോശിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ടെസ്സി തൻ്റെ പ്രഘോഷണത്തിലൂടെയും അതുപോലെ എൽസി ചേച്ചി തൻ്റെ ടെസ്റ്റ് മണിയിലൂടെയും നമ്മളോട് മാനസാന്തര പ്രത്യുത്തരത്തെ പറ്റി പറയുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടത് വിശ്വാസ പ്രത്യുത്തരത്തെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും നൽകേണ്ട 2 പ്രത്യുത്തരങ്ങളാണ് വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും. നമ്മൾ മനസ്സിലാക്കി, വിശ്വാസ പ്രത്യുത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം ഓർത്ത് അനുതപിച്ച് മാനസാന്തരത്തിന്റെ ആ അനുഭവത്തിലേക്ക് വന്ന് പൂർണ്ണമായിട്ടും ആ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ദൈവം നൽകുന്ന കൃപയുടെ ഫലമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രത്യുത്തരമാണ് വിശ്വാസവും മാനസാന്തരവും. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോയുമായിട്ട് വളരെ സൗഹൃദ സംഭാഷണം നടത്തുന്ന ഒരു വ്യക്തി. വളരെ സന്തോഷത്തോടെയാണ് അവരായിരിക്കുന്നത്. ഇതുപോലെ ഈശോയുമായിട്ട് നല്ല ഒരു സ്നേഹബന്ധത്തിലാകുക, വളരെ പ്രിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ മാനസാന്തര പ്രത്യുത്തരം വഴി സംഭവിക്കുന്നത്. മിഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം തിരുവചനം പറയുകയാണ്, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ സാധിക്കണം, വിശ്വാസ പ്രത്യുത്തരം നടത്തി കഴിയുമ്പോൾ എൻ്റെ ഓരോ പാപങ്ങളും, എൻ്റെ സകല പാപങ്ങളും അവിടുന്ന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതുപോലെ ഈ മാനസാന്തര പ്രത്യുത്തരം നടത്തുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്ന എഫെസസ് ലേഖനം 2:13 വചനത്തിൽ പറയുകയാണ്, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. നമ്മൾ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് കുമ്പസാരം നടത്താത്ത അവസ്ഥയിൽ നമ്മൾ ഈശോയുമായിട്ട് വളരെ ദൂരത്തിലാണ്. പക്ഷേ
അനുതപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തുന്ന വഴി യേശുക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ട് അവന്റെ രക്തം വഴി സമീപസ്ഥരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, രക്ഷിച്ചവനിലുള്ള ആഴമായ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഉപേക്ഷിക്കലിന്റെയും വിട്ടുകൊടുക്കലിന്റെയും വിശിഷ്യ ആശ്രയബോധത്തിന്റെയും പരിണിത ഫലമാണ് മാനസാന്തരം. അതായത് മാനസാന്തര പ്രത്യുത്തരം നടത്തുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം, യേശുവിലുള്ള ആ ബോധ്യം, അതുപോലെ യേശുവിനെ ഏറ്റുപറയുക, നമ്മുടെ ചില ബന്ധനങ്ങളും പാപങ്ങളും നമ്മുടെ ചില അവസ്ഥകളും ഒക്കെ ഉപേക്ഷിക്കുക, ചിലതൊക്കെ വിട്ടുകൊടുക്കുക. നമ്മുടെ മനസ്സിൽ ബന്ധനങ്ങളായിട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ എങ്കിലും അതെല്ലാം വിട്ടുകൊടുത്ത് പൂർണ്ണമായിട്ടും ദൈവത്തില് ആശ്രയിക്കാൻ പറ്റുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കുന്ന ആ ഒരു സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയാണ് പൂർണ്ണമായ മാനസാന്തരം. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ നീ തന്നെയാണ് എൻ്റെ സർവസ്വം എന്ന് ഏറ്റുപറയാൻ സാധിക്കുന്ന അവസ്ഥയാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യൻസ് 5:17 പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അതെ, മാനസാന്തര പ്രത്യുത്തരത്തിന്റെ ഫലമായിട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും രൂപാന്തരീകരണം സംഭവിക്കുകയാണ്. CCC 141 പറയുകയാണ്, അനുതപിച്ച് പാപബോധനം നേടിയ മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണുന്നത് പോലെ യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഈശോയെ നീയാണ് എൻ്റെ സർവസ്വവും, ജീസസ് യു ആർ മൈ എവറിത്തിങ്, എൻ്റെ എല്ലാം ദൈവമേ നീയാണ്, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, നീ എന്നെ സ്വന്തമാക്കണമേ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ, അതാണ് ഏറ്റവും നല്ല, ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ നമുക്കായിരിക്കാൻ സാധിക്കുന്നത്. മത്തായി 19:29 പറയുകയാണ്, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ത്യജിക്കുമ്പോൾ, എല്ലാം ദൈവമേ നീയാണെന്നുള്ള ബോധ്യത്തിലായിരിക്കുമ്പോൾ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് നിത്യജീവൻ. തീർച്ചയായിട്ടും അത് അവകാശമാക്കാൻ, നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വചനം നമുക്ക് തരുന്ന ഉറപ്പ്. വീണ്ടും സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പൂർണ്ണമായിട്ട് സമർപ്പണം നടത്തിയ ചില വ്യക്തിത്വങ്ങള്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ മാലാഖ സന്ദേശം അറിയിക്കുമ്പോൾ ഒന്നും അറിയില്ലാത്ത അമ്മ, ആ ചെറുപ്രായത്തിലുള്ള ആ പെൺകുട്ടി പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് പറയുന്ന വചനഭാഗമാണ് ലൂക്ക 1:38 നമ്മൾ കാണുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. എന്ത് തന്നെയാണെങ്കിലും അത് ദൈവഹിതമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ. വീണ്ടും മത്തായി സുവിശേഷം 19:29 പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി ശിമയോന്റെയും അന്ത്രയോസിന്റെയും സമർപ്പണം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 1:17 മുതൽ 18 വരെയുള്ള കാണാൻ സാധിക്കും. അവര് മീൻപിടുത്തക്കാരാണ്. ആ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈശോ അവരെ കാണുന്നത്. അവരോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവരുടെ ജീവിതത്തിന്റെ ഏക വരുമാന മാർഗമാണ് ആ വല എന്ന് പറയുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്നുള്ള ഈശോയുടെ വാക്കിനെ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്
അവർ യേശുവിന്റെ പിന്നാലെ വരികയാണ്. തുടർന്നുള്ള വചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഉടനെ അവർ വലയെ ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഒരു നിമിഷം പോലും അവർ ചിന്തിക്കേണ്ടി വന്നില്ല. അവര് പൂർണ്ണമായിട്ടും യേശുവില് വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് യേശുവിന്റെ കൂടെ പോകുകയാണ്. വീണ്ടും നമുക്ക് ലൂക്കാസ് സുവിശേഷം 5 അധ്യായം 27 മുതൽ 28 വരെയുള്ള വചനങ്ങളില് ലേവിയുടെ സമർപ്പണത്തെ പറ്റി കാണാൻ സാധിക്കും. ചുങ്കക്കാരനായ ലേവി അവനും വഴിയരികിൽ ഇരുന്ന് ചുങ്കം പിരിക്കുന്ന സമയത്ത് യേശു അതുവഴി പോകുന്നു. യേശു അവനോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. ഈ ലേവിക്ക് അവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. ആ ചുങ്ക സ്ഥലത്ത് നിന്ന് ഈശോയെ അനുഗമിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. സഹോദരരെ, ഇതുപോലെയുള്ള സമർപ്പണമാണ് നമ്മൾ സമറിയാക്കാരി സ്ത്രീയുടെ കാര്യത്തിലും കാണുന്നത്. ഈ സമറിയാക്കാരി സ്ത്രീ നമുക്കറിയാവുന്നതുപോലെ ഉച്ച നേരത്ത് ആ കിണറ്റിൻകരയിൽ വന്നത് അവൾ മറ്റാരും കാണാതെ അവിടെ വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകാനായിട്ട് വന്നതാണ്. കാരണം അവളുടെ ജീവിത ശൈലി അത്തരത്തിലുള്ളതായിരുന്നു. പക്ഷേ അവളെ യേശുവിനെ കണ്ടുമുട്ടുന്നു, യേശുവിനെ അനുഭവിക്കുന്നു, യേശുവിനെ അറിയുന്നു. ആ സ്ത്രീയോട് യേശു സംസാരിച്ചു കഴിയുമ്പോൾ അവൾ മനസ്സിലാക്കുന്നു, ഇത് എൻ്റെ രക്ഷകനാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. പിന്നീട് സംഭവിക്കുന്നത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. അതായത് അവൾ വന്നത് എന്തിനാണെന്ന് പോലും മറന്നുപോയി. വെള്ളം കോരാൻ വന്ന പാത്രം അവിടെ വെച്ചിട്ട് അവള് ഗ്രാമത്തിലേക്ക് പോയി ആൾക്കാരോടെല്ലാം പറയുകയാണ്, എൻ്റെ ജീവിതത്തില് ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വന്ന് കാണുവിൻ. അങ്ങനെ അവൾ ആ ഗ്രാമത്തെ മുഴുവൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. ഈശോയെ അവൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ എല്ലാമാണ് എൻ്റെ ഈശോ എന്നും ആ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിതം മുഴുവൻ പിന്നീട് യേശുവിനെ സമർപ്പിക്കുന്നതും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മൾ തോമസ് ശ്രീയുടെ സമർപ്പണത്തെ പറ്റിയും വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവൻ എല്ലാം മറന്ന്, തോമസ് ലീ സകലതും മറന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നേറ്റു പറയുകയാണ്. അതായത് എൻ്റെ രാജാവും എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമായ ദൈവമേ, നിന്നിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു, ആശ്രയിക്കുന്നു, എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന തോമസ് ലീഹയാണ് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കുന്നത്. സാവൂൾ എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയതെന്നും എങ്ങനെയാണ് സാവൂളിന് മാനസാന്തരം സംഭവിച്ച് പരിപൂർണമായിട്ട് ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിച്ചതെന്നും നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നതാണ്. ഡമാസ്കസിലേക്ക് യാത്ര പോകുന്ന സമയത്ത് സാവൂള് നിലത്ത് വീഴുകയാണ്. കുതിരപ്പുറത്തു നിന്നും വളരെ ശക്തമായ ഒരു പ്രകാശം സാവൂളിന്റെ കണ്ണിൽ പതിക്കുകയും അവൻ നിലത്ത് വീണു. ആ നിലത്ത് വീണപ്പോഴാണ് സാവൂളിന് തിരിച്ചറിവുണ്ടാവുന്നത്. അവൻ ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് ആരാണ്? അതായത് ആ വീഴ്ചയിൽ സാവൂൾ തിരിച്ചറിഞ്ഞു, തന്റെ കർത്താവിനെ കണ്ടു. അവൻ നിലം പതിച്ചു. ഒരു സ്ഥലം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ, പിന്നീട് ഉള്ള സാവൂളിന്റെ ജീവിതം നമുക്കറിയാം. യേശുവിന്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് സാവൂൾ നടത്തുന്ന പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം യേശുവിനായിട്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ ശിഷ്യനായി, അരുമ ശിഷ്യനായിട്ട് തീരുന്ന സാവൂൾ. നമുക്ക് വീണ്ടും പാപിനിയായ സ്ത്രീയുടെ സമർപ്പണം, സമ്പൂർണ്ണ സമർപ്പണം, അതായത് തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്
അവളുടെ കണ്ണീര് കൊണ്ട് യേശുവിന്റെ പാദങ്ങൾ കഴുകി തലമുടി കൊണ്ട് അതെല്ലാം തുടയ്ക്കുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്ന പാപിനിയായ സ്ത്രീ ഈ ലൂക്കാ സുവിശേഷം 7:50 അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ യേശു പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. ദൈവത്തില് ആശ്രയിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആന്തരിക സമാധാനവും സൗഖ്യവുമാണ് ഇവിടെ ഈ വചനഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ അവൾ അനുഭവിക്കുന്ന ഹൃദയ സമാധാനവും സ്വാതന്ത്ര്യവും എത്ര വലുതായിരിക്കുന്നതാണെന്നുള്ളത് വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഇതുപോലെ ക്രിസ്തുവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യവും സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. ഇനിയും പ്രിയ സഹോദരങ്ങളെ, സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരാം. നമ്മുടെ പോസിറ്റീവ്സ് മാത്രമാണോ സമർപ്പിക്കേണ്ടത്, അതോ നെഗറ്റീവ്സ് ആണോ സമർപ്പിക്കേണ്ടത്, അതോ ഇതെല്ലാം സമർപ്പിക്കണോ? തീർച്ചയായിട്ടും നമുക്കുള്ളതെല്ലാം, നമ്മൾ പോസിറ്റീവ് എന്ന് കരുതുന്നതും നമ്മുടെ നെഗറ്റീവ്സും പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുക. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് കരുതുന്ന നമ്മുടെ ധന്യതകള്, നമ്മുടെ നേട്ടങ്ങള്, നമ്മുടെ കഴിവുകള്, അനുഗ്രഹങ്ങള്, നമുക്കുള്ള ഓരോ ബന്ധങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, സകലതും, അതുപോലെ നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണെന്നും നമ്മൾ ഇതിന്റെ ഒന്നും ഉടമസ്ഥക്കാരല്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായി ഇതെല്ലാം സമർപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ നെഗറ്റീവ്സ്, അതായത് നമ്മളിലുള്ള പാപങ്ങള്, ഇനിയും നമുക്ക് ഉള്ളിലുള്ള നമ്മുടെ ആന്തരിക മുറിവുകള് ഓരോന്നും, നമ്മുടെ ഭാരങ്ങള്, നമ്മുടെ വേദനകള്, നമ്മുടെ തഴക്കദോഷങ്ങള്, ചില പിരിമുറക്കങ്ങള്, ഇതെല്ലാം എന്തൊക്കെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, എന്തൊക്കെ നമുക്ക് അമിതമായ സന്തോഷം തരുന്നുണ്ടോ, ഇതെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയുടെ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് സമ്പൂർണമായിട്ട് നമ്മൾ യേശുവിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് വഴി കിട്ടുന്ന സൗഭാഗ്യം എന്ന് പറയുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യവും വിടുതലുമാണ്. അപ്പോസ്തലപ്രവർത്തനം 4:34 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഭൂമി പൊതുഭവനമാണെന്നും ഈ ഭൂമിയിലുള്ളതെല്ലാം എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതുമാണെന്നുള്ള ബോധ്യം ശിഷ്യന്മാർക്ക് അന്ന് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടാകാതിരുന്നതും അവർക്കുള്ളതൊക്കെ അവര് പങ്കുവെച്ചതും. ആ ഒരു പങ്കുവെപ്പൽ എന്ന് പറയുന്നത്, പങ്കുവെക്കുന്നത് ആ സമർപ്പണം നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ബോധ്യമാണ്. സമ്പൂർണ്ണ സമർപ്പണം നടത്തുന്ന യേശുവിന്റെ ചിത്രമാണ് കൊളോസസ് ലേഖനം 1:22 നമ്മൾ കാണുന്നത്. ആ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഈ സമർപ്പണം നടത്തുന്നത് വഴി നമ്മൾ ഓരോ വ്യക്തികളിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രൂപാന്തരീകരണം നടക്കുകയാണ്. അതായത് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വചനം നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പൊ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആ മാർഗത്തിൽ നിന്നും വിട്ടുകൊണ്ട് മനസ്സിന്റെ പൂർണ്ണമായിട്ടുള്ളൊരു നവീകരണം നടത്തിക്കൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തി യേശുവിന്റെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ സ്വന്തമായി ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. മനസ്സിന്റെ നവീകരണം അഥവാ രൂപാന്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നാണ് അടുത്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം. അതായത് മാനസാന്തരം എന്ന് പറഞ്ഞാല് പഴയ പാപങ്ങളെല്ലാം നമ്മൾ മാറ്റിയിട്ട് പുതിയൊരു ജീവിതം നയിക്കുന്നത് മാത്രമാണോ?
അതോ കുറച്ച് പുതിയ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നല്ല കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്ത്, അതായത് ഇനി എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകണം, അല്ലെങ്കിൽ ഇനിയും ഞാൻ വേറെ ആരെയും ഒന്നും വിഷമിപ്പിക്കുകയൊന്നുമില്ല, അങ്ങനെ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് മാത്രമാണോ യഥാർത്ഥ മാനസാന്തരം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ഇത് യഥാർത്ഥ മാനസാന്തരം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിൽ ആക്കേണ്ട കാര്യമാണ്. അതായത് സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലക്കി വാങ്ങിയ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥനായി മനസ്സിലാക്കി അവന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കലാണ് യഥാർത്ഥ മാനസാന്തരം. അതായത് എൻ്റെ ജീവന്റെ ഉടമസ്ഥൻ, എന്നെ വിലക്കി വാങ്ങിയ യേശുവാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ കുരിശിൽ മരിച്ചത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം വരുമ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിന്റെ ഉടമ ഈശോ ആണെന്നുള്ള പൂർണ്ണമായ ബോധ്യം വരുമ്പോഴത്തേക്ക് അവന്റെ കാൽക്കൽ എൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ സമർപ്പിക്കുന്നത് വഴി നമ്മുടെ ഉടമസ്ഥാവകാശം മുഴുവൻ യേശുവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യവും വിടുതലുമാണ് യഥാർത്ഥ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ അവസരത്തില് ഒരു വജ്ര വ്യാപാരിയുടെ, അതായത് ഒരു രത്നം വ്യാപാരിയുടെ കഥ മനസ്സിലേക്ക് വരികയാണ്. അതായത് ഒരു രത്ന വ്യാപാരി, അയാൾക്ക് താല്പര്യമുള്ള ഒരു രത്നം തേടി കുറെ നാളായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അയാളിങ്ങനെ പല കടകളിൽ കൂടെ പോയി അവസാനം ഇയാൾക്ക് പ്രിയപ്പെട്ട ഒരു രത്നം ഒരു കടയിൽ അയാൾ കണ്ടെത്തുന്നു. അപ്പൊ രത്ന വ്യാപാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതുപോലെ ഈ രത്നം ഞാൻ കുറെ നാളായിട്ട് തേടി നടക്കുന്നതാണ്, എനിക്കിത് വേണം എന്ന് പറയും. അപ്പൊ അയാൾ പറഞ്ഞു, ഈ രത്നം വളരെയേറെ വിലപ്പെട്ടതാണ്, നിനക്കിത് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തോന്നില്ല, ഇത് വളരെ വില ഉള്ളതാണ്, ഒരുപാട് വിലപിടിപ്പുള്ള ഒരു രത്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞല്ല, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ഈ രത്നം സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇയാൾ സമ്മതിച്ചു. ഈ വ്യക്തി അയാൾക്കുണ്ടായിരുന്ന സമ്പത്തെല്ലാം വിറ്റിട്ട് പൈസയുമായിട്ട് ഈ രത്നം സ്വന്തമാക്കാനായിട്ട് കടയിലെത്തുകയാണ്. അപ്പൊ ഇയാള് ഈ പൈസ അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുമ്പോഴ് എനിക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള കുറച്ച് പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇതിലുണ്ട്, നിങ്ങൾ എനിക്ക് ആ രത്നം തരണമെന്ന് പറയും. അപ്പൊ രത്ന വ്യാപാരി പറഞ്ഞു, അല്ല, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ തരാമെന്നല്ലേ, നിങ്ങൾക്ക് കാറുണ്ടല്ലേ, അപ്പൊ ആ കാറും കൂടി തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, അയ്യോ, കാറും കൂടി തന്നാ പിന്നെ ഞാനെങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പം രക്തം മേടിക്കാൻ വന്ന വ്യക്തി പറഞ്ഞു, അല്ല, പിന്നെ നിങ്ങൾക്ക് വീടുണ്ടല്ലേ? ഓ, അത് ശരി, അപ്പൊ നിങ്ങളുടെ വീടും കൂടെ എനിക്ക് തരണം, കാരണം നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് അതല്ലേ, നിങ്ങൾക്കുള്ളതെല്ലാം തരാമെന്നല്ലേ? ഇയാൾ പറഞ്ഞു, അല്ല, വീട് തന്നാ പിന്നെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എവിടെയാ താമസിക്കുക? അപ്പൊ രത്നവ്യാപാരി പറഞ്ഞു, ഓ, അത് ശരി, നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലേ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കുള്ളതെല്ലാം തരാമെന്നല്ലേ? അപ്പം ഈ ഭാര്യയും മക്കളെയും ഒക്കെ തന്നാലേ ഈ രത്നം തരാൻ പറ്റുള്ളൂ. ഇയാൾക്കാകെ വിഷമമായി, കാരണം തൻ്റെ സ്വന്തമെന്ന് കരുതുന്ന വീടും ഭാര്യയും കുട്ടികളെയും എല്ലാം കൊടുക്കണം, പക്ഷേ ഈ രത്നം ഉപേക്ഷിക്കാനൊട്ട് പറ്റുന്നില്ല. അവസാനം ഈ വ്യക്തി പറയുകയാണ്, ഞാൻ എനിക്കുള്ളതെല്ലാം തരാം, എനിക്ക് ആ രത്നം വേണം. ഇയാൾ വളരെ വിഷമത്തോടെയാണത് പറയുന്നത്. പക്ഷേ ഈ രത്നം വ്യാപാരി ഈ രത്നം പൊതിഞ്ഞ് ഇയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾ മോഹിച്ച രത്നം, ഇതാ എടുത്തുകൊള്ളൂ. അയാള് കുറച്ച് വിഷമത്തോടെയും എന്നാൽ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നതായതുകൊണ്ട് കുറച്ച് സന്തോഷത്തോടെ ആ രത്നം സ്വീകരിച്ച് പോകാൻ ഒരുങ്ങുമ്പം രത്ന വ്യാപാരി ആ വണ്ടിയുടെ താക്കോലെടുത്ത് ഇയാളുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതാ നിങ്ങളുടെ വണ്ടിയിൽ ഈ രത്നവുമായിട്ട് പൊയ്ക്കോളൂ, നിങ്ങളുടെ കാറ് നിങ്ങൾ എടുത്തോളൂ, നിങ്ങളുടെ വീട് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തോളൂ, നിങ്ങളുടെ ഭാര്യയും മക്കളെയും എല്ലാം നിങ്ങൾ സ്വന്തമാക്കി എടുത്തോളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ ഞാനായിരിക്കും. അതേ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടവും ഇത് തന്നെയാണ്.
കർത്താവ് നമ്മളെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ടുള്ള കൃപയാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ മാനസാന്തര പ്രത്യുത്തരത്തിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അള്ളിപ്പിടുത്തങ്ങളുണ്ട്. നമ്മൾ പലതരത്തിലുള്ള ബന്ധനങ്ങളെ പെട്ട് കിടക്കുന്ന വ്യക്തികളാണ്. ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളാണ്. അതുപോലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ്. ചിലപ്പോൾ സമ്പത്തിന്റെ ആർഭാടങ്ങളായിരിക്കാം. നമുക്കുണ്ടാകുന്ന സമ്പത്ത് എന്റെ സമ്പത്ത് എന്റേത് മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് അതിനെ ദുർവ്യയം ചെയ്യാനായിട്ടുള്ളൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വരുന്നത്. നേരെ മറിച്ച് ഈ ലോകത്ത് ഉള്ള സമ്പത്ത് മുഴുവൻ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും എന്നെ ഈ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞ് ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യം വരുമ്പോൾ നമുക്ക് ആ സമ്പത്തിന്റെ ആർഭാടത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. കാരണം ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്ന ദാനം മാത്രമാണ്, നമ്മൾ ഇതിന്റെ കാര്യസ്ഥൻ മാത്രമാണ്. അതുപോലെ നമുക്ക് ബന്ധനമാകുന്ന ചില സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ അടിമത്തം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില തഴക്കദോഷങ്ങൾ നമുക്ക് ബന്ധനമാകാറുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളും തഴക്കദോഷങ്ങളും നിന്നെല്ലാം ഒരു വിടുതൽ നടത്തിക്കൊണ്ട് ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. വീണ്ടും നമുക്ക് അറിയാം, ലോകം നൽകുന്ന ചില അറിവുകൾ, ചില നെഗറ്റീവ് ചിന്തകൾ, ഇതിലെല്ലാം നമ്മുടെ മനസ്സ് കുടുങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ വ്യക്തിത്വത്തെ വിരൂപമാക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം യേശുവിന്റെ കരങ്ങളിലേക്ക്, യേശുവിന്റെ കുരിശിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുക. അതായത് യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം കാറ്റ് വീശുന്ന പോലെയാണ്. ഇഷ്ടമുള്ളത് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. അതായത് എല്ലാം ജീവിതത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ദൈവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് തന്നെയാണ് ദൈവം എനിക്ക് നൽകുക എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാം ദൈവഹിത പ്രകാരം നടക്കാൻ നമ്മെ തന്നെ ഉദ്ധിതനായ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നതാണ് മാനസാന്തരം. എന്തെല്ലാം ജീവിതത്തിൽ വന്നാലും, എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും, തകർച്ച വന്നാലും, അസുഖം വന്നാലും, വീഴ്ചകൾ വന്നാലും, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള തകർച്ച വന്നാലും, എന്താണെങ്കിലും ദൈവമേ നീ എൻ്റെ കൂടെയുണ്ട്, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഏറ്റുപറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നതാണ് സമ്പൂർണമായിട്ടുള്ള മാനസാന്തരം. അതായത് ജഡിക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള മാറ്റമാണ് മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ മനസ്സ് പലതരത്തിലുള്ള മോഹങ്ങളാൽ കലുഷിതമായിട്ട് കിടക്കുന്നതാവാം. അങ്ങനെയുള്ള മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് പുതിയ മനുഷ്യനായ മാറിക്കൊണ്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിലെ പഴയ വ്യക്തിത്വത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുക. വീണ്ടും എനിക്കൊന്നുമില്ലെന്നും എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവൻ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നതാണ് മാനസാന്തരത്തിന്റെ പ്രതിഫലനം. നമ്മൾ നേരത്തെ കേട്ട ആ സ്വർണ്ണ വ്യാപാരിയുടെ കഥ പോലെ എല്ലാം നമുക്കുണ്ട്, പക്ഷേ ഇതിന്റെ എല്ലാം അധികാരി ദൈവമാണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാതിരിക്കാൻ, അവരുടെ ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യരെ സമീപിച്ചിട്ട് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്ന, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും അധികാരിയായ യേശുവിൻ്റെ കൂട്ടത്തിൽ നടക്കുക, അതായത് ഒറ്റപ്പെട്ടു പോയ വഴികളിൽ നിന്നും രക്ഷിച്ചവന്റെ കൂടെയുള്ള മടക്കയാത്രയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈശോയുടെ കൂടെ നടക്കുക,
അവൻ കാണിച്ചു തരുന്ന വഴിയിൽ നടക്കുക. അങ്ങനെ അതുകൊണ്ടാണ് യോഹന്നാൻ 14:6 പറയുന്നത്, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. അപ്പോൾ ഈശോ നമുക്ക് ഈശോയാവുന്ന വഴിയിലൂടെ, സത്യവും ജീവനുമായ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ പിതാവിന്റെ അടുത്തേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴി എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. പൗലോസ് പറയുകയാണ്, റോമാക്കാർക്ക് ലേഖനം 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്തെല്ലാം ദുരിതങ്ങളും ക്ലേശങ്ങളും പട്ടിണിയോ എന്ത് തന്നെ ഉണ്ടായാലും യേശുവാണ് എനിക്ക് ഏറ്റവും വലുത്. യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പൗലോസ്ലിയായെ പോലെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നതാണ് മാനസാന്തര പ്രത്യുത്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, വീണ്ടും ഗലാത്യ ലേഖനം 2:20 പറയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരെ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരുടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുള്ളത് എൻ്റെ സഹോദരനാണെന്നുള്ള ബോധ്യത്തില് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു വിളിയാണ് ഈ പൂർണ്ണമായിട്ടുള്ള മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. ഇനിയും ഞാനല്ല അവനാണ് ജീവിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം. ഗലാത്യ ലേഖനം 3:27 പറയാണ്, ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഓരോരുത്തരെയും കാണുമ്പോൾ ക്രിസ്തുവിന്റെ സാദൃശ്യം ആണെന്നുള്ള ബോധ്യം. അപ്പോൾ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല, അവരെ സഹായിക്കാതിരിക്കാൻ സാധ്യമല്ല. എല്ലാം ഈശോ എനിക്ക് നൽകിയതാണ്, ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തിലേക്ക് ആയിക്കൊണ്ട് ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കുക. അതായത് ഫിലിപ്പിയ ലേഖനം 3:12 പൗലോസ് പറയാണ്, ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അല്ല, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. എന്തെന്നാൽ യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ യേശു എന്നെ സ്വന്തമാക്കി, ഇനി ഞാൻ എൻ്റെ യേശുവിനെ സ്വന്തമാക്കണം. യേശുവിനെ ഞാൻ സ്വന്തമാക്കി കഴിയുമ്പോൾ, ഞാൻ യേശുവിൻ്റെ സ്വന്തമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ജീവിതവും എൻ്റെ ജീവനും എല്ലാം എൻ്റെ യേശുവിൻ്റെതാണെന്നുള്ള പൂർണ്ണ ബോധ്യം, അതിനായിട്ട് മാത്രം ജീവിക്കുക. മറ്റുള്ളവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കേണ്ട ശൈലി. യേശുക്രിസ്തു നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന അവബോധമാണ് പരിപൂർണതയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയിൽ നമ്മെ വളർത്തുന്നത്. ഈ അവബോധത്തിൽ എത്രമാത്രം നാം ആഴപ്പെടുന്നുവോ അത്രമാത്രം മാനസാന്തരത്തിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ നിഴലിക്കുന്നത് നമുക്കും മറ്റുള്ളവർക്കും അനുഭവവേദ്യമാകും. സ്നേഹമുള്ളവരെ, ഈ മാനസാന്തര പ്രത്യുത്തരം, അതുപോലെ തന്നെ വിശ്വാസ പ്രത്യുത്തരം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കേണ്ട കാര്യമാണ്. കാരണം യേശുവിന് നമ്മളെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന അവസ്ഥയാണല്ലോ ഈ മാനസാന്തര പ്രത്യുത്തരം എന്ന് പറയുന്നത്. ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തില് ജീവിതാന്ത്യം വരെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അനുദിനം വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും നടത്തിക്കൊണ്ട് ജീവിതം പൂർണ്ണമായിട്ട് യേശുവിനെ സമർപ്പിച്ചുകൊണ്ട്, സങ്കീർത്തകൻ 131:2 പറയുന്നത് പോലെ, മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി എന്ന് നമുക്ക് പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ആ യേശുവിന്റെ ആ സ്നേഹം നിറഞ്ഞുകൊണ്ട് ക്രൈസ്തവ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും വചനം തുടർന്ന് പറയാണ്, ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ്. ജീവിതത്തിലെ ആ ശാന്തതയും സൗഭാഗ്യം അനുഭവിക്കാനായിട്ട്, പൂർണ്ണമായിട്ട് ആ വിടുതൽ അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. മത്തായി 18:3 പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് ശിശുവിനെ ഒരു പൈതലിനെ പോലെ, യേശുവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്ന ആ ഒരു ശിശുവിനെ പോലെ സ്വർഗരാജ്യത്തിന്റെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആഘോഷമായിട്ട് ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനായിട്ട് നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ലിസമ്മ ചേച്ചി.
എല്ലാറ്റിന്റെയും ഉടയവനായ യേശുവിനെ സ്വന്തമാക്കി എങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം മാനസാന്തര പ്രത്യുത്തരം കൊടുക്കാമെന്ന് ലിസമ്മ ചേച്ചി വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. ലിസമ്മ ചേച്ചിക്ക് നന്ദി പറയുന്നു. ഇനി കൺക്ലൂഡിംഗ് വൈൻഡ് അപ്പ് സെഷന് വേണ്ടി പ്രൊഫസർ CC ആലീസ് കുട്ടി, മിസ്സിയുടെ ജീവനും ജീവനാഡിയുമായ ആലീസ് കുട്ടി ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ടെൻസി, താങ്ക് യു വെരി മച്ച്, ഗ്രേറ്റ്. ഇനി പ്രത്യേകിച്ച് ഞാനത് സമ്മപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നമുക്ക് മനസ്സിലായി. അതായത് ഈ ഒരു ഈശോ വന്ന് അനൗൺസ് ചെയ്തതാണല്ലോ, ദൈവരാജ്യത വന്നു കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിച്ച് മാനസാന്തരപ്പെടെ ദൈവരാജ്യ അനുഭവം നിങ്ങളുടേതാകും, നിങ്ങളിലൂടെ ഈ ലോകം മുഴുവനിലും വരുമെന്നാ പറഞ്ഞതില്ലേ? മനസ്സിലായി. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഈശോയെ കർത്താവായിട്ട് സ്വീകരിക്കുന്നതാണ്. ടെസി പറഞ്ഞ കാറിൽ കയറുന്ന ഉദാഹരണവും മിനിസമ്മ പറഞ്ഞ രത്നവ്യാപാരിയുടെ കഥയും എൽസിയുടെ അനുഭവങ്ങളും എല്ലാം നമുക്ക് നല്ലോണം ക്ലിയർ ആക്കിയതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിലാണ്. ഈശോ 2000 കൊല്ലം മുമ്പേ ഈ ലോകത്തിൽ വന്ന് കുരിശിൽ മരിച്ചു ചെയ്ത് രക്ഷിച്ച് ഇന്നും ജീവിക്കുന്ന ക്രിസ്തു, ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചിട്ട് ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്നുള്ള ആ ഒരു ശൈലിയിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവരാജ്യ അനുഭവം നമ്മുടേതാകുമെന്നുള്ളതാണ്. അതില്ലേ മതയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സീക്ക് യു ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് എവരിതിങ് ഷാൽ ബി ആഡഡ്. ദൈവത്തിന്റെ രാജ്യവും നീതിയും ഒന്നാമത് അന്വേഷിക്കുക, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുക, ഈശോയെ കർത്താവായി സ്വീകരിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ട് ഇവിടെ ദൈവരാജ്യം വരും നമ്മുടെ ജീവിതത്തിൽ. ഇന്നലെ കുമ്പസാരിക്കാൻ സാധിക്കാത്തവര് അത് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ഭാഗത്തുള്ള റെസ്പോൺസിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ദൈവരാജ്യ അനുഭവം. നമ്മൾ ദൈവരാജ്യം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ യോഹന്നാന്റെ 1, 11, 12 വാചകങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവൻ തന്റെ സ്വന്തം ജനത്തിന്റെ അടുക്കിലേക്ക് വന്ന് സ്വജനം അവനെ സ്വീകരിച്ചില്ല. അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവനിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് കൊടുത്തെന്ന്. അപ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ഈശോയെ സ്വീകരിച്ച് പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ജീവിതം ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവമക്കളാകാനുള്ള നമ്മൾ നാളെ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നതാണ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കാനാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ സഹകരണം ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അത് സ്പോണ്ടേനിയസ്ലി ബാക്കിയൊക്കെ ഇനി ഇതെല്ലാം ഒന്നിച്ചൊന്നിച്ച് പോകുന്ന കാര്യങ്ങൾ, ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ പ്രത്യുത്തരമാണ്. പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് അവർ റെസ്പോൺസ്. വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ പാപിയാണ്, പാപത്തിനെല്ലാം കർത്താവ് പരിഹാരം ചെയ്തു കഴിഞ്ഞു, പാപങ്ങളേറ്റ് പറഞ്ഞ് നമ്മൾ ഫ്രീ ആയി. എന്നിട്ട് ഈ ജീവിതത്തെ കർത്താവിന്, ഈശോ എൻ്റെ രക്ഷകൻ, ഞാൻ ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു എൻ്റെ ജീവിക്കുന്നു. അപ്പോൾ ഈശോയുടെ ജീവിതം, ഈശോയുടെ ദൗത്യം ഇവിടെ തുടരാനായിട്ട് നമ്മുടെ ഒരു പൂർണ്ണമായിട്ടുള്ള വിട്ടുകൊടുക്കലാണ്. വിട്ടുകൊടുക്കുമ്പോഴേക്ക് പറഞ്ഞില്ലേ, കാറിൽ കയറി ആ ഡ്രൈവർ സീറ്റ് കൊടുത്തിട്ട് മാറി ഇനി ഈശോ ജീവിതം ഓടിക്കട്ടെ എന്ന തരത്തിൽ അവർ വിട്ടുകൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് ശരിക്കും ദൈവരാജ്യാനുഭവത്തിലേക്ക് വരാൻ പറ്റും. അതിനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിച്ച് ഒരു സമ്പൂർണ്ണ സമർപ്പണം അങ്ങ് നടത്താം. അതിൻ്റെ ഫലമായി ദൈവരാജ്യാനുഭവം, നമ്മുടെ ദൈവരാജ്യാനുഭവം ആകുമ്പോൾ നമ്മളിലൂടെ അത് അനേകരിലേക്ക് പുളിമാവ് പോലെ പറഞ്ഞു. ദൈവരാജ്യത്തെ പറ്റി ഉദാഹരണം ധാരാളം ഉപമെല്ലാം നമ്മൾ കേട്ടു. അതായത് പുളിമാവ് പോലെ ഞാൻ ഈശോ ആയിത്തീരുമ്പോൾ മറ്റുള്ളവർക്ക് എന്നിൽ ഈശോയെ കാണാൻ പറ്റും, ഈശോയെ അനുഭവിക്കാൻ പറ്റും. ദൈവരാജ്യാനുഭവത്തിലേക്ക് ഇങ്ങനെ വരും, നമുക്ക് ചുറ്റും ദൈവരാജ്യം വളരും. അതിന് നമ്മൾ തമ്മിൽ കരങ്ങളിൽ ശക്തമായി പൂർണ്ണമായി തീരട്ടെ. ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് എന്നിൽ ജീവിക്കാൻ നമുക്ക് അനുവദിക്കാം. ദൈവം ആ ഒരു ദൈവരാജ്യാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. ആമേൻ. താങ്ക് യു ആലീസുട്ടി ആന്റി. എങ്ങനെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ ദൈവരാജ്യ അനുഭവവേദ്യമാക്കാമെന്ന് നട്ട്ഷെല്ലായിട്ട് പറഞ്ഞ ആലീസുട്ടി ആന്റിക്ക് വളരെ അധികം നന്ദി പറയുന്നു. ഇനി അടുത്ത നമുക്ക് കൺക്ലൂഡിങ് മെസ്സേജും ഫൈനൽ ബ്ലെസ്സിങ്ങിനുമാണ്. അതിനുവേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
പ്രിയപ്പെട്ടവരെ, ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും ഞാൻ ആദ്യം മുതൽ കേൾക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഒരു മാനസാന്തരത്തിന്റെ വഴിയെ പറ്റി ഓരോരുത്തരും സംസാരിക്കുന്നത്. സഖ്യവൂസിന്റെ അനുഭവം പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, സഖ്യവൂസിന് ഹൊറിസോണ്ടലായിട്ട് വെക്കാവോ വെച്ചാ? ഫോൺ ഓക്കെ ഓക്കെ വെർട്ടിക്കൽ അല്ലാതെ ഹൊറിസോണ്ടൽ. താങ്ക് യു വെരി മച്ച്. ഓക്കെ 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 താങ്ക് യു. ഓക്കെ സഖ്യവൂസിന്റെ അനുഭവം പറയുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു ചിന്ത, സഖ്യവൂസിന് മാനസാന്തരം ഉണ്ടായതിന് കാരണം സഖ്യവൂസ് വീട്ടിൽ സ്വീകരിച്ചതിന് ശേഷം അവിടെ മനുഷ്യർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സഖ്യവൂസിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നെ സ്നേഹിതനായി സ്വീകരിച്ചതിന്റെ പേരിൽ കർത്താവ് പഴികേൽക്കുന്ന ഒരു അവസ്ഥ എത്തിപ്പെട്ടിരിക്കുന്നു. ആ സമയത്താണ് സഖ്യവൂസ് എഴുന്നേറ്റിട്ട് തന്റെ തെറ്റ് മുഴുവൻ ഏറ്റുപറയുകയും പുതിയൊരു ജീവിതത്തിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നത്. എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ദൈവം മനുഷ്യരുടെ സമക്ഷം തെറ്റുകാരനായി മാറുന്നു. ഇത് പറയുമ്പോൾ കുറെ കൂടിയൊക്കെ ആഴമുള്ള ഒരു വാക്കാണത്. കാരണം ഞാൻ ക്രൈസ്തവനായതിന്റെ പേരിൽ എന്നെ സ്നേഹിച്ച, എന്നെ രക്ഷിച്ച ക്രിസ്തു ഒരിക്കലും മനുഷ്യ സമക്ഷത്തിൽ അപമാനിതനാകാൻ പാടില്ല. കാരണം എന്നിലൂടെയാണ് ക്രിസ്തുവിനെ ലോകം തിരിച്ചറിയുന്നത്. എന്റെ തെറ്റുകൾ ക്രിസ്തുവിന്റെ മേൽ ആരോപിക്കപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് സൂക്ഷിക്കേണ്ടത്. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ലഭിക്കുന്ന ശിക്ഷയ്ക്കപ്പുറം എന്റെ ജീവിതത്തിൽ എന്നോട് കാണിച്ച കർത്താവിന്റെ സ്നേഹത്തിന് ഞാൻ കൊടുക്കേണ്ട പ്രത്യുത്തരത്തിന്റെ പേരാണ് മാനസാന്തരം. ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കാൻ മാറ്റം അത് അനിവാര്യമാണ്. പത്രോസും കൂട്ടരും അവരുടെ ജീവിതത്തിൽ വന്ന ശൈലി മാറ്റം എന്ന് പറയുന്നത് അവരുടെ ജീവന് വേണ്ടി ജീവനോപാധികളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ജീവനോപാധിയിൽ നിന്ന് ജീവനിലേക്ക് മാറുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പൗലോസിന്റെ മാനസാന്തരത്തെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ട്. പൗലോസിന്റെ കണ്ണിൽ നിന്നെന്തോ ചിതമ്പൽ പോലെ എന്തോ ഒന്ന് അടർന്നു വീണു. ചിതമ്പൽ പോലെ എന്ന് പറയുന്നൊരു കാര്യം, അന്ന് വരെ അവൻ കൊണ്ടു നടന്നൊരു കുറെ കാഴ്ചപ്പാടുകളുണ്ട്. ഈ കാഴ്ചപ്പാടുകളൊക്കെ അടർന്നു വീഴുകയും അവൻ പുതിയൊരു മനുഷ്യനായി മാറുകയും ചെയ്തു. പുതിയ കാഴ്ചയുള്ള മനുഷ്യനായി മാറുക, ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്നലെ വരെ മാനുഷികമായി കണ്ടത്, മനുഷ്യൻ്റെതായ കാര്യങ്ങളിലൂടെ ചേർത്ത് പിടിച്ച് കണ്ടതൊക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ കണ്ണിലൂടെ ഒന്ന് കാണാനായിട്ട് കഴിയുന്നിടത്ത് ജീവിതത്തിന് ഒരു പുതുമയുണ്ട്. ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചയ്ക്കൊക്കെ ഒത്തിരി വിശാലത ഉണ്ടാവുക. നിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹത്തെ പറ്റി നിനക്ക് ബോധ്യമുണ്ടാകുന്നിടത്ത്, ദൈവം നിന്നോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെപ്പറ്റി നിനക്ക് ബോധ്യമുണ്ടാകുന്നിടത്ത്, ഏശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നമുക്ക് രമ്യതയിലാകാം. കർത്താവാണ് വിളിക്കുന്നത്. രമ്യതയിലാകാനായിട്ട് തീരുമാനമെടുത്തതും മനുഷ്യനുമായി രമ്യതയുടെ വാതിൽ തുറന്നതും കർത്താവാണ്. ആ വാതിലിലൂടെ നടക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബോധ്യം, മറ്റെന്തിനേക്കാൾ പ്രധാനപ്പെട്ടത് അവന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതൊന്നും എന്റെ ജീവിതത്തിൽ വരാതിരിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നതിന്റെ പേരാണ് മാനസാന്തരത്തിന്റെ വഴി എന്ന് പറയുന്നത്. അത്തരമൊരു വഴിക്കായി നമുക്ക് പരിശ്രമിക്കാം. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളിൽ എല്ലാവരിലും കർത്താവിന്റെ വലിയ കൃപ ഒഴുകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവിടുത്തെ സ്നേഹത്തിന്റെ നിറവിൽ നമുക്കൊരു പുതിയ ജീവിതവും പുതിയ കാഴ്ചപ്പാടും കൊണ്ട് നടക്കാനായിട്ട് കഴിയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും തന്റെ സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ജോൺസൺ അച്ഛ. നല്ലൊരു മെസ്സേജിലൂടെയും ഫൈനൽ ബ്ലെസ്സിങ്ങും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അച്ഛന് നന്ദി പറയുന്നു. അടുത്തത് സമാപന ഗാനമാണ്. അന്ന മറിയത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അന്ന. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ആരാധന ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു
നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഫ്രാൻസിസ് ചേട്ടാ. മനോഹരമായ ഗാനത്തിലൂടെ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചതിന് ഫ്രാൻസിസ് ചേട്ടന് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും മനോഹരമായിട്ട് ഈ സെക്ഷൻ നടത്തിയതിന് ദൈവപിതാവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതുപോലെ എൻ്റെ ഡയറക്ടർ മാത്യു അച്ഛനും, നമുക്ക് ഫൈനൽ ബ്ലെസ്സിങ്ങും പ്രയറും നടത്തിയ ജോൺസൺ അച്ഛൻ, CC ആലിസ് കുട്ടി ആൻറ്റി, അതുപോലെ മിസോ ടീമില് ഇതിലെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തവർക്ക് നന്ദി പറയുന്നു. അതുപോലെ പാർട്ടിസിപ്പൻസിന് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.